പുരുഷന്മാരുടെ ഭാഗത്തു നിന്നുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള ചില തെറ്റുകൾ അവരുടെ റിലേഷൻഷിപ്പിനെ ചില സമയങ്ങളിൽ സാരമായ രീതിയിൽ തന്നെ ബാധിക്കാറുണ്ട്. റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടാകാൻ ബാഡ് ഇൻറ്റൻഷൻസ് ഒരു കാരണമാകണം എന്ന് ഒരു നിർബന്ധവുമില്ല. പുരുഷന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സൈക്കോളജിക്കലായിട്ടുള്ള ഒരുപാട് മിസ്റ്റേക്കുകൾ പലപ്പോഴും അവരുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടാക്കാൻ കാരണമാകാറുണ്ട്. ഇതുമൂലമുണ്ടാകുന്ന പല പ്രശ്നങ്ങളും ആ ബന്ധത്തിലെ വിശ്വാസം, അതുപോലെ ഇമോഷണൽ കണക്ഷൻ, അതുപോലെ അട്രാക്ഷൻ തുടങ്ങിയ പല കാര്യങ്ങളിൽ സാരമായ രീതിയിൽ തന്നെ ഡാമേജ് ഏൽപ്പിക്കാറുണ്ട്. ഇത്തരത്തിൽ പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുള്ള സൈക്കോളജിക്കലായിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട മിസ്റ്റേക്കുകളെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. എപ്പോഴത്തെയും പോലെ തന്നെ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ വീഡിയോസിനെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. ഒട്ടുമിക്ക പുരുഷന്മാരും ചെയ്യുന്ന സൈക്കോളജിക്കലായിട്ടുള്ള ഒരു വലിയ മിസ്റ്റേക്കാണ് റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാകും റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളുണ്ടായാൽ പിന്നെ അത് പരിഹരിക്കണ്ടേ എന്ന്. നമ്മുടെ റിലേഷൻഷിപ്പ് പാർട്ട്ണർ നമ്മളോട് ഒരു പ്രശ്നം തുറന്നു പറയുമ്പോൾ ഒട്ടുമിക്ക ആണുങ്ങളും ചെയ്യുന്നത് അവർ ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് കൊടുക്കുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ അതെങ്ങനെങ്കിലും ഫിക്സ് ചെയ്യാനായിരിക്കും അവർ ശ്രമിക്കുന്നത്. പക്ഷെ സൈക്കോളജിക്കലി ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നമ്മുടെ പാർട്ട്ണർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷന് വേണ്ടി ആയിരിക്കില്ല നമ്മളെ സമീപിക്കുന്നതും അവരുടെ പ്രശ്നങ്ങൾ നമ്മളോട് പറയുന്നത്. പല സ്ത്രീകളും ആഗ്രഹിക്കുന്നത് അവർ പറയുന്ന പ്രശ്നങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അത് കേട്ടിരിക്കാൻ സന്മനസ്സുള്ള ഒരാളെയാണ്. അതല്ലാതെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കുന്ന ഒരാളെ അല്ല. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിലൂടെ സത്യത്തിൽ അവരോട് നമ്മൾ ചെയ്യുന്ന വലിയൊരു സഹായം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ പാർട്ട്ണറുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് പകരം മാക്സിമം അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായി കേൾക്കാൻ ശ്രമിക്കുക. അതുപോലെ പുരുഷന്മാർ ചെയ്യുന്ന രണ്ടാമത്തെ ഒരു വലിയ തെറ്റാണ് പലപ്പോഴും റിലേഷൻഷിപ്പിലുണ്ടാകുന്ന ചെറിയ ചെറിയ വഴക്കുകൾ ഒഴിവാക്കുന്നു എന്നുള്ളത്. സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് പല പുരുഷന്മാരും റിലേഷൻഷിപ്പിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കോൺഫ്ലിക്റ്റുകളും അതുപോലെ ഡിഫിക്കൽട്ടായിട്ടുള്ള കോൺവെർസേഷൻസും അവോയ്ഡ് ചെയ്യാറുണ്ട്. ഇതും സത്യത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ഇത്തരം പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതിലൂടെ സത്യത്തിൽ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളെക്കുറിച്ച് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അഥവാ തെറ്റിദ്ധാരണയും അതുപോലെ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് അഥവാ വൈകാരികമായിട്ടുള്ള ഒരു അകൽച്ചയും ഉണ്ടാകാൻ ഇത് കാരണമാക്കും. റിലേഷൻഷിപ്പിൽ ചെറിയ ചെറിയ വഴക്കുകൾ ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ്. ഇതിലൂടെ നമ്മുടെ പാർട്ട്ണറിനെ നമുക്ക് കൂടുതൽ അടുത്തറിയാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിന് തീർച്ചയായിട്ടും ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. അതുപോലെ പല പുരുഷന്മാരും വിചാരിക്കുന്ന മറ്റൊരു കാര്യമാണ് തൻ്റെ പാർട്ട്ണർക്ക് തൻ്റെ ഫീലിങ്സ് ഓട്ടോമാറ്റിക്കലി മനസ്സിലാകും എന്നുള്ളത്. പല ആളുകളും ഇത്തരത്തിലുള്ള എക്സ്പെക്റ്റേഷൻസ് മനസ്സിൽ വെക്കാറുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള എക്സ്പെക്റ്റേഷൻസ് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾക്കും അതുപോലെ ഫ്രസ്ട്രേഷനും കാരണമാകും. ക്ലിയർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പിൽ അത്യാവശ്യമാണ്. ഇത് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ പല പുരുഷന്മാരും ചെയ്യുന്ന മറ്റൊരു തെറ്റാണ് സ്വന്തം പേഴ്സണൽ ബൗണ്ടറീസ് നഷ്ടപ്പെടുത്തുന്നു എന്നും. അതായത് ഒരാണ് അവൻ്റെ പാർട്ട്ണർ പറയുന്ന എല്ലാ കാര്യങ്ങളും, ശരിയും തെറ്റുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഗ്രി ചെയ്യുന്നു. അതുപോലെ അവരോട് നോ പറയാൻ മടിക്കുന്നു. അതുപോലെ അവരെ അപമാനിക്കുമ്പോൾ അഥവാ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ അത് ടോളറേറ്റ് ചെയ്യുന്നു. ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലുള്ള ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഇത് പതുക്കെ പതുക്കെ നഷ്ടപ്പെടുത്തുന്നു. അതുകൊണ്ട് പേഴ്സണൽ ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക. ഇത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരും. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇമോഷണൽ മാച്യൂരിറ്റി അതുപോലെ ഓപ്പണും സത്യസന്ധവുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഇത് രണ്ടുമാണ് സത്യത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ വീഡിയോയുടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.